ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഒരു പ്ലാനിങ്ങും ഒന്നും ഇല്ലാണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഈ ഒരു വ്ളോഗ് എടുക്കുന്നതിനെ പറ്റി എൻ്റെ മനസ്സിൽ ചിന്തയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കേശു വന്നിട്ട് ഉമ്മ നിങ്ങൾ വ്ളോഗ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ എന്താ ഇന്ന് വ്ളോഗ് എടുത്താലോ എന്ന് കരുതിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തട്ടിൽ കുട്ടി ദോശയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയാണ് കേട്ടോ. തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ ഒരു അലങ്കാരത്തിന് പറയാം. സാധാരണ നമ്മൾ തട്ട് ദോശ കേട്ടോ. നോർമൽ ഉഴുന്ന് ദോശൻ്റെ മാവ് പരത്താണ്ട് അപ്പം പോലെ ചുട്ടെടുക്കുക, അതാണ് തട്ട് ദോശ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ. അങ്ങനെ നമ്മൾ ദോശ ചുടലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കേശ് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചായ കുടിച്ച് കഴിയുന്നതിൻ്റെ അടുക്ക് ഞാൻ ബാക്കി രാവിലത്തേക്കുള്ള ചെറിയ തട്ടലും കൊട്ടലും ഒക്കെ അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഓള് പോയി കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ഇനി കയറുള്ളൂ. ഈ ഷൂ പോളിഷ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേശന സ്വന്തം ചെയ്യൽ, ഞാൻ ജസ്റ്റ് കൂടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ കേശ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും ചായ കുടിച്ചു. പിന്നെ അതാ നമ്മളെ ചോറിൻ്റെ പരിപാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിക്ക് ഇന്ന് മീൻ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചത്, മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പേരി ഇന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ബീട്രൂട്ട് ആദ്യമൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഉപ്പേരി വെക്കാൻ, കാരണം കുറേ നേരം ഇരുന്ന് അരിയണമല്ലോ. അപ്പോൾ ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലൊരു ചാനൽ ഉണ്ടെന്നുള്ളത് അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. കൂടെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പും കൂടി തരാം കേട്ടോ. ഹൈപ്പ് തരാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ മതിയേ. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവരും ഓണാക്കിയിട്ടുണ്ടാവും എന്ന് കരുതാണ്, കാരണം അങ്ങനെ ഓണാക്കിയിടുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് അകത്തേക്ക് വേറെ ചെറിയ ഒതുക്കലും കാര്യത്തിനൊക്കെ പോയപ്പോഴത്തേക്ക് നമ്മൾ ചോറും വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെയിലിയുള്ള ക്ലീനിങ് ആണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അടിക്കുന്ന തുടയ്ക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് കാണുമ്പോൾ മോശമായി തോന്നിയാൽ ചിലപ്പോൾ നല്ല മൂടുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ മൂഡിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വീട് നീറ്റായിട്ടിരിക്കാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോൾ അടിച്ച് വരുമ്പോഴാണെങ്കിലും മാറാല എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലുള്ള കോർണേഴ്സ് കൂടെ ഒക്കെ ഒന്ന് ആ ഒരു ബ്രഷ് ഞാൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ ജനൽപ്പടി, വാതിലിൻ്റെ സൈഡ്, നമ്മളെ അലമാര, സോഫ, അങ്ങനെ എന്ത് ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിലും അതിൻ്റെ സൈഡ്, അങ്ങനെയുള്ള സംഭവം. പിന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ഫാനും കൂടിയും ഞാൻ ചിലപ്പം തട്ടും. അപ്പോൾ അത് ഈ ഒരു അടിച്ചു വരുന്ന സമയത്ത് തന്നെ അങ്ങനെയാണ് ചെയ്തു പോകുന്നതുകൊണ്ട് എപ്പോഴും മാറാലയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും രാത്രി ലൈറ്റ് ഇടുമ്പോൾ മാത്രം വരുന്ന ചിലതരം മാറാലകൾ വേറെയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ അടിച്ചു വാരി പോയി പിന്നെ മാറാലക്കോല എടുക്കാൻ മറക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ദിവസം കൂടിയിട്ട് മാറാലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാനിതാ ഇയാളവിടെ ആക്കിയിട്ട് മീൻ മുറിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് മീൻ മുറിക്കാൻ ഒരുപാട് സമയം വേണം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയിൽ ഇവളെ എൻഗേജ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മീൻ മുറി പാതി വെച്ച് നിന്ന് പോകും. ഇങ്ങനെ മീൻ മുറിക്കാനൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആവും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കറി വെക്കാനും കുറച്ച് പൊരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വരയും വരയാതെയൊക്കെ മാറ്റി വെക്കാണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാനിതാ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയത് നേരെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ഇതുപോലെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലെ അടുപ്പുള്ള പാത്രങ്ങളിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് ആ വലിയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ പിന്നീട് അങ്ങനെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല.
അതിനിടയ്ക്ക് റേക്ക് അത് അവളുണ്ടാക്കിയ ഫുഡൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ. അത് കഴിച്ചില്ലെങ്കിൽ വൻ സീനാണ്. കഴിക്കാൻ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും വേണം. അങ്ങനെ കറിയും ഉപ്പേരിയും സെറ്റായിട്ടുണ്ട്. പൊരിക്കാനുള്ള മീൻ ഞാൻ കായം തെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഫുഡ് കഴിക്കാൻ നേരത്തെ ആ സമയത്തെ ഞാൻ പൊരിക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിച്ചണിൻ്റെ ഫൈനൽ ക്ലീനിങ്ങും തുടയ്ക്കലും എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിങ്കിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം എനിക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞാൽ. സിങ്ക് എന്നല്ല, കൊട്ടത്താളം എന്നാണ് നമ്മൾ പറയൽ. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ കിച്ചണിൽ വെച്ചിട്ടുള്ള ആ ഒരു സിങ്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ യൂസ് ചെയ്യാറില്ല എന്നിട്ടോ. പാത്രം കഴുകാനൊക്കെ എനിക്ക് എപ്പോഴും ഈ ഒരു കൊട്ടത്തളം തന്നെയാണ് കംഫർട്ട്. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ ഞങ്ങളുണ്ടാവും ഓരോ സിപ്പപ്പ് കഴിക്കാൻ പോവാണ്. അപ്പോൾ സിപ്പപ്പ് എനിക്ക് ഇപ്പം കഴിക്കാൻ വലിയ ഇഷ്ടമില്ല, അത്ര ഹെൽത്തിയും അല്ല. പക്ഷെ പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ നടന്ന് വരുന്ന സമയത്ത് വീട്ടിലെത്തുന്നവരെ സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ എടുത്ത് കഴിച്ചതാണെന്നുള്ളൂ. അങ്ങനെ ഇതാ കുറച്ച് സമയം ഓള് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ കുറേ കാലമായിട്ട് കാത്തിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഹ്യൂജ് അൺബോക്സിങ് ആണ്. ഇതൊന്നും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് വാങ്ങിച്ചതല്ല, ഒരുപാട് ദിവസം വെച്ച് കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എല്ലാം സെറ്റായി എന്ന് തോന്നിയപ്പോഴാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അൺബോക്സിങ് ആയിട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാനൊക്കെ തുറന്ന് നോക്കി ഡാമേജും കാര്യമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതാണ്. പിന്നെ അതിൽ ഒന്ന് ബ്രോക്കണും അതുപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ പീസ് നമ്മൾ പറഞ്ഞ അത്ര ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിട്ടേൺ ചെയ്ത് എല്ലാം തിരിച്ച് വന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടിടാം. പിന്നെ ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോന്നാണ്. ഒരുപാട് വീഡിയോസിൽ കണ്ട് ഞാൻ അത്രയും ഒബ്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു റെഡ് ഹാർട്ട് കേട്ടോ. എല്ലാം കൂടി ഇങ്ങനെ കഴുകിയൊക്കെ വെച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തും കൂടി വെച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ മീനൊക്കെ പൊരിക്കാനിട്ട് അതിന് മീനവിടെ ഫ്രൈ ആയി വരുന്നതിൻ്റെ അടുക്ക് വേഗം പോയി ഓടിപ്പോയിട്ട് നിസ്കരിച്ചൊക്കെ വന്നിട്ടോ. അങ്ങനെ മീൻ പൊരിക്കലും ഫുഡ് കഴിക്കലും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. അല്ലെങ്കിലും ഈ ഒരു ഫിഷ് ഫ്രൈ നല്ല ചൂടോടുകൂടി നല്ല മുരുമുരാന്ന് കഴിക്കാനാണല്ലേ കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അല്ല എന്നുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ആണെന്നുള്ളവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് എന്ത് പണിയെടുക്കുമ്പോഴും നമ്മളെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ ഓരോന്നൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് വേണം എല്ലാ പരിപാടിയും തീർക്കാൻ. അങ്ങനെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരത്തിനായിട്ട് ലഡു നെയ്വടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നെയ്വട എൻ്റെ ഫേവറേറ്റ് ആണ്. ലഡു മോശമൊന്നുമില്ല, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. അതിന് ചായയിലാണെങ്കിലും പോലും തേൻ പോലെ മധുരം ഉണ്ടെങ്കിലേ ഞാൻ കുടിക്കുള്ളൂ. സംഭവം അത്ര ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷെ എന്നാലും എനിക്ക് അപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഭാവിയിൽ നമുക്ക് ഷുഗറൊക്കെ വന്നാൽ ഇനി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.